ഭാരത മണ്ണിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ച മൈലാപ്പൂരിൽ സാക്ഷിമരണം പ്രാപിച്ച ഭാരതത്തിന്റെ അപ്പോസ്തോലനും മലങ്കര സഭയുടെ കാവൽ പിതാവുമായ മാർത്തോമാ ശ്ലീഹയുടെ പിൻഗാമിയായ പരിശുദ്ധ കാതോലിക്ക ബാവയെ ഭരണത്തലവനായി അംഗീകരിക്കാത്തവർ മലങ്കര സഭയുടെ സെമിത്തേരിക്ക് അവകാശികളാണോ? ഈ ചോദ്യം ചോദിക്കുന്നത് നിഷ്കളങ്കരായ മലങ്കര നസ്രാണികളാണ്. മലങ്കര സഭ ഒന്നാകാൻ വേണ്ടിയാണ് ഇരുവിഭാഗവും മലങ്കര അസോസിയേഷൻ കൂടി മലങ്കര മെത്രാപ്പോലിത്തായെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ സ്ഥാനത്യാഗം ചെയ്ത് വീണ്ടും തെരഞ്ഞെടുപ്പിന് തയ്യാറായി. മലങ്കരയിലെ വലിയ പള്ളികളായ മണർകാടും കോതമംഗലവും ഒക്കെ യാക്കോബായ വിഭാഗത്തിന്റെ കയ്യിലായതുകൊണ്ട് ഒരു അച്ഛനും രണ്ട് ഐമേനികളും എന്നത് മാറ്റി അംഗങ്ങൾക്ക് ആനുപാതികമായി അസോസിയേഷൻ അംഗങ്ങൾ വേണമെന്ന് യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടു. കോടതി അത് അംഗീകരിച്ച അസോസിയേഷൻ കൂടി ആ രണ്ട് വകുപ്പുകൾ ഭേദഗതി ചെയ്തു. 1934 പ്രാതിനിധ്യ സ്വഭാവമുള്ളതല്ലെന്ന് അവർ വാദിച്ചത് അനുസരിച്ച് കോടതിയുടെ നിർദ്ദേശാനുസരണം 1934 ഭരണഘടനയുടെ 45ഉം 71ഉം ക്ലോസുകൾ ഭേദഗതി ചെയ്തു. ആ ഭരണഘടന അനുസരിച്ചാണ് 2002 പരിമലയിൽ അസോസിയേഷൻ കൂടിയത്. എന്നാൽ ശ്രേഷ്ഠ ബാവ മലങ്കര മെത്രാപ്പോലിത്തായി മത്സരിക്കാമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല. മാത്യൂസ് ദ്വിതീയൻ യോഗ്യനാണോ എന്ന് വോട്ടിടാനാണ് കോടതി വിധിച്ചത്. പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ യോഗ്യനാണെന്ന് അന്നത്തെ അസോസിയേഷൻ തെളിയിച്ചു. അന്ന് ആ അസോസിയേഷൻ ബഹിഷ്കരിച്ച പുത്തൻകുരിശ് സൊസൈറ്റി രൂപീകരിച്ചവർ പുതിയ പള്ളികളും സെമിത്തേരികളും കൂടി ഉണ്ടാക്കണം. അല്ലാതെ പണ്ട് എന്റെ ഉപ്പൂപ്പായിക്ക് കല്ലറി ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ് അവകാശവുമായി വന്നാൽ ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കുമോ? അതങ്ങ് പുത്തൻകുരിശിൽ ചെന്ന് പറയാനേ അവർ പറയൂ.